ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡിസയറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഡിസയർ വന്നു. നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മുടെ വീഡിയോ എളുപ്പമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് VXi വേരിയൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു ലുക്കും ഫീച്ചേഴ്സും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സുസുക്കിയുടെ ലോഗോ നമുക്ക് സെൻറ്ററിൽ കാണാൻ പറ്റും. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഗ്രില്ലിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു ബാർ പോലുള്ള ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. നല്ല ആ ഒരു അട്രാക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രില്ല് നമുക്ക് നല്ല ഒരു വൈഡായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അകത്ത് നമുക്ക് ആ ഒരു ഓപ്പണബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു എയർ ഡാമും താഴെ വന്നേക്കുന്നത്. ഈ നമുക്ക് ഡിസയറിൻ്റെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡർ സ്റ്റാൻസ് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വെഹിക്കിളിന് കുറച്ചുകൂടെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് DRLs വരുന്നില്ല. ഇവിടെ നമുക്ക് പാർക്കും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ അവിടെ കൊടുത്തേക്കുന്നത് കാണാം. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നില്ല. ഇപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയർ വരുന്നത് നമുക്ക് അലോയ് ആയിട്ടുള്ള നോർമൽ രീതിയിലാണ് ആ ഒരു വീൽ കപ്പ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. അത്യാവശ്യം ഒരു വീൽ കപ്പിൻ്റെ കളറാണെങ്കിലും ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ടയർ സൈസ് വന്നിട്ട് 165 18R14 ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. 14 ഇഞ്ചിൻ്റെ ആ ഒരു ടയറാണ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ പേരിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിലാണ് ആ ഒരു കീ ഇട്ടിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡോർ ഹാൻഡിൽസ് ബോഡി കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബി പില്ലറൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡീഫോർഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഈ ഒരു സ്പോയിലർ, നമുക്കൊരു ലിപ് സ്പോയിലർ വരുന്നുണ്ട് വെഹിക്കിളിൽ. സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡിസയർ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസയറിൻ്റെ നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ പോലും നമുക്ക് LED ടെയിൽ ലാംപ്സ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ആ ചുറ്റിനുള്ള ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. ഒരു സ്പോർട്ടി ലുക്കും നമുക്ക് തരുന്നുണ്ട്. ഒരു സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു ബാഡ്ജ് പോലെ നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് പോയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ വരുന്നില്ല നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ. ഇനിയിപ്പം ബൂട്ടൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബൂട്ട് തന്നെയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നതിൽ. ഇവിടെ നമുക്ക് ഇങ്ങനെ വേണ്ട ഈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസോടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിസയറിൻ്റെ ഈ ഒരു VXi ട്രിമ്മിലുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീജും ആ ഒരു ബ്ലാക്കും കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷിൽ സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 7 ഇഞ്ചിൻ്റെ ഒരു നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് വരുന്നുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം വരും. നാവിഗേഷൻ വരുന്നില്ല നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ. ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ആവറേജ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ വരാത്തതുകൊണ്ട് തന്നെ ബാക്കി ആ ഒരു ക്യാമറയുടെ വിഷ്വലും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പം നമുക്ക് ക്ലസ്റ്റർ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുഷ് സ്റ്റാർട്ടൊന്നും വരുന്നില്ല. നോർമൽ നമുക്ക് നമ്മൾ മാരുതിയിലൊക്കെ കാണുന്ന ടൈപ്പ് കീ തന്നെയാണ് വരുന്നത്. ലോക്ക് അൺലോക്ക് അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ നമുക്കൊരു TFT സ്ക്രീനൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു അനലോഗ് രീതിയിലാണ് നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും കൊടുത്തേക്കുന്നത്. RPM മീറ്റർ അതിൻ്റെ കൂടെ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെയും കാണാം സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേണ്ട നമുക്ക് AC-യുടെ ഒരു ക്ലൈമട്രോണിക് AC ആണ് കൊടുത്തേക്കുന്നത്. അതിവിടെ അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു ടോഗിൾ സ്വിച്ച് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ 12 വോൾട്ട് ഉണ്ട്. ഇവിടെ ഒരു മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റാണ്. അതിൻ്റെ ഒരു ഗിയർ നോബാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു പാർക്ക് ബ്രേക്കും ആ ഒരു മാനുവൽ രീതിയിൽ തന്നെയാണ് വരുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ രീതിയിൽ സാധനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു Type-Cയും
ഒരു ടൈപ്പ് എ പോർട്ടും കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വേണേൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കളറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബീജ് കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ രീതിയിലാണ് നമുക്ക് ഈ IRVM വരുന്നതും നോർമലായിട്ടുള്ള രീതിയിലാണ്. റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഗ്ലൗ ബോക്സിൽ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ നമുക്ക് അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബ്ലാക്കും ബീജുമാണ് ആ ഒരു ഡോറിലും കൊടുത്തേക്കുന്നത്. സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ഒരു സെൻട്രലായിട്ട് ആ ഒരു സുസുക്കിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഓവറോൾ. ഈ ഒരു മിറേഴ്സ് രണ്ടും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ്, ഫോൾഡ് ചെയ്യാനും പറ്റും, നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. 4 ഡോർ പവർ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ABS, എയർ ബാഗ്, EBD അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിനൊന്നും ഒരു കുറവുമില്ല. അത് ബേസ് ട്രിം പോലെ തന്നെ നമുക്ക് 6 എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് സീറ്റിൽ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇനിയിപ്പോൾ ബാക്ക് സീറ്റിലെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 AC വെൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ അത് വേണം ഷട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു ടൈപ്പ് എ പോർട്ടും ടൈപ്പ് C പോർട്ടും കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. ചെറിയ രീതിയിലുള്ളൊരു സെൻറ്റർ ടണൽ നമുക്കിവിടെ വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, 3 പേർക്ക് ഇരിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഞാനിതിപ്പോൾ പൊളിച്ച് കാണിക്കുന്നില്ല നിങ്ങളെ. ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐസോഫിക്സ് ആങ്കറേജ് വരുന്നുണ്ട്. സ്പീക്കേഴ്സൊക്കെ നമുക്ക് ഡോറിൽ കാണാം. അവിടെ നമുക്ക് ആ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇവിടെ റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽ അവിടെ നോക്കി കാണാം, ആ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിന് 2 നമുക്ക് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഡിസയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സൊക്കെ അത്രയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡിസയർ CNGയിലും പെട്രോളിലും അവൈലബിൾ ആണ്. 1.2 ലിറ്റർ Z സീരീസ് എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. 82 bhp പവറും 110 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു VXI ട്രിം ഓൺ റോഡ് വരുന്നത് നമുക്ക് 9,31,000 രൂപയാണ് ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് ഓൺ റോഡ് വരുന്നത്. വെഹിക്കിളിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈജോ അറീനയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.